How and why Nokia failed. Also about few big companies failings too. ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത് ചില വേൾഡ് വൈഡായി മാറിയ കമ്പനീസിന് വേണ്ടിയാണ്. ഇന്ന് പറയാൻ പോകുന്ന എല്ലാ കമ്പനീസും ഒരിക്കൽ മാർക്കറ്റിൽ കിങ് ആയിരുന്ന ലീഡിംഗ് ബ്രാൻഡ്സ് തന്നെയാണ്. പക്ഷെ സമയം പോകുന്തോറും മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഈ കിങ് ബ്രാൻഡ്സിന് എന്താണ് സംഭവിച്ചത്, എന്തൊക്കെ കാരണങ്ങളായിരിക്കാം അവരുടെ ആ ടോപ്പ് പൊസിഷൻസിനെ ഇല്ലാതാക്കിയത്. സോ ഇന്ന് നമ്മൾ അങ്ങനെയുള്ള ചില കമ്പനീസിൻ്റെ ബ്രീഫ് കേസ് സ്റ്റഡീസാണ് നോക്കാൻ പോകുന്നത്. ഏതൊക്കെയാണ് ആ കമ്പനീസ്, എന്തൊക്കെയാണ് ആ കോർ റീസൺസ് എന്നറിയാൻ കീപ് വാച്ചിങ് ടിൽ എൻഡ്. 1. നോക്കിയ. ഇന്നത്തെ ഫോൺ മാർക്കറ്റിലുള്ള കോമ്പറ്റീഷനെ പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാം. ഏത് സ്റ്റൈലും സ്പെസിഫിക്കേഷൻസിലും ബജറ്റിലും മൊബൈൽ അവൈലബിൾ ആണ്. ചിലത് ലോ ബജറ്റ് ആൻഡ് അട്രാക്റ്റീവ് സ്പെസിഫിക്കേഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ചിലത് ഹൈ പ്രൈസ് പ്ലസ് ഹൈ ലെവൽ സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും മാർക്കറ്റിൽ ഇറക്കുന്നത്. പക്ഷെ വർഷങ്ങൾക്ക് മുമ്പ് നമ്മൾ ഫോൺ എന്ന കാര്യമെടുത്താൽ, അതിനെക്കുറിച്ച് സംസാരിച്ചാൽ നമ്മുടെ മനസ്സിലും നാവിലും ഒരേ ഒരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, നോക്കിയ. ഈ ഒരു ബ്രാൻഡ് ഫോൺ മാർക്കറ്റിനെ ഏകദേശം 70% ഹോൾഡ് ചെയ്ത് വെച്ചിരുന്നു. എന്തിനു പറയുന്നു, നമ്മളിൽ പലരുടെയും വീട്ടിൽ വന്ന ആദ്യത്തെ ഫോൺ നോക്കിയ തന്നെയായിരിക്കും. നോക്കിയ 1100, അതേപോലെ നോക്കിയ 1110 നോക്കിയയുടെ സെല്ലിംഗ് റെക്കോർഡ് തന്നെ അടിച്ചു. ബട്ട് ഇത്രയും റെവല്യൂഷൻ ഉണ്ടാക്കിയ ഈ ബ്രാൻഡ് അപ്രോക്സിമേറ്റ്ലി 25 വർഷം നമ്മുടെ ഇടയിൽ ടോപ്പ് ലിസ്റ്റിൽ തന്നെ നിന്നിരുന്ന ഈ ബ്രാൻഡ് എന്തുകൊണ്ടാണ് മാർക്കറ്റിൽ നിന്ന് വളരെ ദൂരം പോയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നോക്കിയ കോർപ്പറേഷൻ തുടങ്ങുന്ന 1865 ഫിൻലാൻഡ് എന്ന യൂറോപ്യൻ രാജ്യത്താണ്. തുടക്കത്തിൽ ഇവർ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ഇലക്ട്രിസിറ്റി ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു ഫംഗ്ഷൻ ചെയ്തത്. പിന്നെയാണ് ടെലികോമിൻ്റെ ഫീൽഡിലേക്ക് നോക്കിയ എൻ്റർ ആവുന്നത്. 1982 നോക്കിയ അവരുടെ ആദ്യത്തെ ഫോൺ മോബ്ര സെനേറ്റർ ലോഞ്ച് ചെയ്തത്. ഈ ഫോൺ ഏകദേശം 10 കിലോഗ്രാം ഉണ്ടായിരുന്നു. അതിനുശേഷം മോബ്ര ടോക്ക്മാൻ, മോബ്ര സിറ്റിമാൻ, അങ്ങനെയുള്ള ക്രിയേറ്റീവ് വേർഷൻസും നോക്കിയ ലോഞ്ച് ചെയ്തു. സിറ്റിമാൻ്റെ സ്പെഷ്യാലിറ്റി അതിൻ്റെ വെയിറ്റ് ആയിരുന്നു. വെറും 800 ഗ്രാം ആയിരുന്നു വെയിറ്റ്. ഇത് യൂറോപ്പ് മൊത്തം ഫേമസ് ആയി. വളരെ ഹാൻഡിയായ മോഡൽ മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത നോക്കിയ അന്ന് ആ ടോപ്പ് കിങ് പൊസിഷൻ നേടിയെടുത്തു. ഒരു റവല്യൂഷണറി ആക്ട് തന്നെയായിരുന്നു ആ കണ്ടുപിടുത്തം. അങ്ങനെയാണ് അപ്പോഴുണ്ടായിരുന്ന കോമ്പറ്റീറ്റർ മോട്ടറോളയെ പിന്നിലാക്കി ടെലികോം മാർക്കറ്റിൻ്റെ 81% ഹോൾഡ് നോക്കിയ സ്വന്തമാക്കിയത്. 1997-98 വരെ നോക്കിയയുടെ വേൾഡ് മാർക്കറ്റ് ഷെയർ അപ്രോക്സിമേറ്റ്ലി 25% അങ്ങനെ 2003 ആയപ്പോൾ നോക്കിയ 2 മോഡൽസ്, നോക്കിയ 1100, നോക്കിയ 1110 ലോഞ്ച് ചെയ്തു. ഈ 2 മോഡൽസും ലോകത്തിൻ്റെ 70% മാർക്കറ്റാണ് കരസ്ഥമാക്കിയത്. നോക്കിയ ഒരിക്കലും ക്വാളിറ്റിയുടെ കാര്യത്തിൽ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. പക്ഷേ ലോകത്ത് സമയത്തിനോടൊപ്പം ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ്, ഹാർഡ്വെയർ ടു സോഫ്റ്റ്വെയർ കൺവേർഷൻസ് എല്ലാം നടന്നുകൊണ്ടിരുന്നു. അങ്ങനെയുള്ള ടെക്നോളജിക്കൽ ആസ്പെക്ട്സിൻ്റെ കാര്യങ്ങളിൽ നോക്കിയ അധികം ഫോക്കസ് ചെയ്തില്ല. എന്നാൽ ആ സെഗ്മെൻറ്റ്സ് ആണ് ബൂമിംഗ് ആയത്. ഡെവലപ്മെൻറ്റ്സ് ആണ് ഏതൊരു ഫീൽഡിനെയും മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന കാര്യത്തിൽ നോക്കിയ ഫോക്കസ് ചെയ്തില്ല. ആ പീരീഡിൽ നിന്ന് ആണ് ഗൂഗിൾ, ആപ്പിൾ പോലെയുള്ള സോഫ്റ്റ്വെയർ കിങ്സ് മാർക്കറ്റിൽ വരുന്നത്. നോക്കിയ ഈ ഡെവലപ്മെൻറ്റിൻ്റെ സ്പീഡിൽ ഇൻക്ലൂഡ് ആയില്ല. മറ്റ് കമ്പനീസ് എല്ലാം നോക്കിയയുടെ പ്രൈസ് റേഞ്ചിൽ പുതിയ അഡ്വാൻസ്ഡ് ഫീച്ചേഴ്സ് പ്രൊവൈഡ് ചെയ്യാൻ തുടങ്ങി. ആൻഡ്രോയിഡ് ആപ്പ് ഡെവലപ്പേഴ്സിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത പ്ലാറ്റ്ഫോം അത്രയ്ക്ക് മാസീവായി മാറി. അങ്ങനെ ആൻഡ്രോയിഡിൻ്റെ ഇക്കോ സിസ്റ്റം എക്സ്പാൻഡ് ആവാൻ തുടങ്ങി. ആ സമയത്ത് ലോഞ്ച് ചെയ്ത എല്ലാ കമ്പനീസും ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് യൂസ് ചെയ്തത്. അതൊരു സ്ട്രഗ്ലിംഗ് പീരീഡ് തന്നെയായിരുന്നു നോക്കിയ എന്ന ബ്രാൻഡിന്. അതുകൊണ്ട് മൈക്രോസോഫ്റ്റ് $7 ബില്യൺ കൊടുത്ത് നോക്കിയ സ്വന്തമാക്കി. പക്ഷെ കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ മൈക്രോസോഫ്റ്റും ഈ ബ്രാൻഡിനെ റീസെൽ ചെയ്തു. 2. ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ്. ഇന്നത്തെ ഓട്ടോമൊബൈൽ മാർക്കറ്റിൽ വണ്ടികളുടെ എക്സിബിഷൻ ആണെന്ന് തന്നെ പറയാം. ഡിസൈൻ, കംഫർട്ട്, പെർഫോമൻസ്, സേഫ്റ്റി, അങ്ങനെ പല പ്രോപ്പർട്ടീസിനെയും ക്ലോസ് ആയി കോമ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. പക്ഷെ പണ്ട് നമ്മുടെ നാട്ടിൽ, നമ്മുടെ രാജ്യത്ത് എല്ലാവരും ഒരുപോലെ തന്നെ ഉപയോഗിച്ച ഒരു വണ്ടിയായിരുന്നു. കാർ വാങ്ങാൻ ആഗ്രഹിക്കുന്ന കോമൺ മാൻ ആയാലും രാജ്യം ഭരിക്കുന്ന പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആയാലും ഈ വണ്ടി തന്നെയാണ് ഉപയോഗിച്ചിരുന്നത്, നമ്മുടെ അംബാസിഡർ കാർ. എന്നാൽ 2014 ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഈ വണ്ടിയുടെ പ്രൊഡക്ഷൻ കംപ്ലീറ്റ് ആയി നിർത്തിവെച്ചു. ഒരു സമയം റോഡ് മുഴുവൻ ഈ വെള്ള അംബാസിഡർ വണ്ടിയായിരുന്നു ഓടിക്കൊണ്ടിരുന്നത്. അതിൽ തന്നെ വരുന്ന കറുത്ത നിറമുള്ള അംബാസിഡർ മോസ്റ്റ്ലി ഹൈ സോഷ്യൽ സ്റ്റാറ്റസ് ഉള്ളവർ യൂസ് ചെയ്യുന്ന ഒന്നായിരുന്നു. അതുകൂടാതെ ടാക്സി സർവീസ് ആയിട്ടും ഈ വണ്ടിയായിരുന്നു ഒരു ഓപ്ഷൻ. മോറിസ് ഓക്സ്ഫോർഡ് സീരീസ് 3 നിന്ന് ഇൻസ്പയർഡ് ആയ ഒരു മോഡലാണ് എന്നൊരു അസംഷനും ഈ വണ്ടിക്കുണ്ട്. ഇത് നമ്മുടെ രാജ്യത്ത് തന്നെ മാനുഫാക്ചർ ചെയ്ത മോഡലായതുകൊണ്ട് ഇതിനെ നമ്മുടെ സ്റ്റാറ്റസ് സിമ്പിളായും ഡിഫൈൻ ചെയ്തിട്ടുണ്ട്.
2014 ആയപ്പോൾ ഈ വണ്ടിയുടെ സെയിൽസിന് ഒരു പ്രോഗ്രസ്സും ഉണ്ടാവില്ല എന്നൊരു റിപ്പോർട്ട് വന്നു. അതുകൊണ്ട് അവർ അതിൻ്റെ പ്രൊഡക്ഷനും നിർത്തി. ഈ വണ്ടിയെ കിങ് ഓഫ് ദ ഇന്ത്യൻ റോഡ് എന്ന് സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അംബാസഡർ പല മോഡൽസും ഉണ്ടായിരുന്നു, ലൈക്ക് മാർക്ക് 1, മാർക്ക് 2, 3, 4, അംബാസഡർ നോവ, അംബാസഡർ 1800. ഇതെല്ലാം 1992 മുമ്പ് ലോഞ്ച് ചെയ്ത മോഡൽസാണ്. ഈ വണ്ടി മാർക്കറ്റിൽ ഡൗൺ ആയത് വേറൊരു യുണീക്ക് ബ്രാൻഡിൻ്റെ എൻട്രി കാരണമാണ്, മാരുതി 800. 3. ബ്ലോക്ക് ബസ്റ്റർ. ബ്ലോക്ക് ബസ്റ്റർ 90കളിൽ വലിയൊരു അമേരിക്കൻ കമ്പനിയായിരുന്നു. ഇവർ മൂവീസ് ആൻഡ് ഗെയിംസിൻ്റെ വീഡിയോ കാസറ്റ്സ് ആണ് സെല് ചെയ്തിരുന്നത്. ഇത് എത്ര വലിയ കമ്പനി ആയിരുന്നു എന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഫർമേഷൻസ് മാത്രം മതി. നിയർ ബൈ 9,000 ഔട്ട്ലെറ്റ്സ്, 84,000 വർക്കേഴ്സ്, കൂടാതെ 65 മില്യൺ രജിസ്റ്റേർഡ് കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്ന ഹിറ്റ് കമ്പനിയായിരുന്നു ഇത്. അതിനുശേഷം 1997 മാർക്കറ്റിൽ നെറ്റ്ഫ്ലിക്സ് എൻ്റർ ആവുന്നത്. അന്ന് നെറ്റ്ഫ്ലിക്സ് ഓൺലൈൻ വേൾഡിൽ വളരെ ചെറിയൊരു സോഴ്സ് മാത്രമായിരുന്നു. നെറ്റ്ഫ്ലിക്സ് ബ്ലോക്ക് ബസ്റ്ററിൻ്റെ അടുത്ത് കൊളാബറേഷന് വേണ്ടി പോയപ്പോൾ വളരെ അഫോർഡബിൾ ആയ രീതിക്ക് നെറ്റ്ഫ്ലിക്സിനെ ഇൻഹൗസ് ആക്കി വെക്കാമായിരുന്നു. എന്നാൽ ബ്ലോക്ക് ബസ്റ്റർ അത് റിജക്റ്റ് ചെയ്തു. ആൻഡ് അത് തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താൽ ഈ കമ്പനി ചെയ്ത ഒരു വലിയ തെറ്റെന്ന് വേണമെങ്കിൽ പറയാം. നെറ്റ്ഫ്ലിക്സ് അന്ന് മുതൽ തന്നെ വീഡിയോസ് സെൽ ചെയ്യുന്നതിനോടൊപ്പം കസ്റ്റമേഴ്സിൻ്റെ റിവ്യൂസ് ആൻഡ് ഫീഡ്ബാക്സിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ബ്ലോക്ക് ബസ്റ്റർ അതേ പഴയ ട്രഡീഷൻ തന്നെയാണ് ബിസിനസ്സിൽ ഫോളോ ചെയ്തിരുന്നത്. കസ്റ്റമേഴ്സിൻ്റെ നീഡ്സ് അല്ല, മറിച്ച് കമ്പനി എന്താണോ പ്രൊവൈഡ് ചെയ്യുന്നത് അതിൽ നിന്ന് കസ്റ്റമേഴ്സ് ചൂസ് ചെയ്തോട്ടെ എന്നായിരുന്നു ബ്ലോക്ക് ബസ്റ്ററിൻ്റെ പോളിസി. നെറ്റ്ഫ്ലിക്സ് ആണെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ സബ്സ്ക്രിപ്ഷൻ്റെ കാര്യത്തിൽ പോലും ഓപ്ഷൻസ് കൊടുക്കാൻ തുടങ്ങി. കമ്പനിയുടെ സർവീസസിനെ ഓട്ടോമേറ്റഡ് ആയി വെക്കുന്നത് കൊണ്ട് കസ്റ്റമറിൻ്റെ പാക്കേജ് വാലിഡിറ്റി കഴിയുമ്പോൾ ആ സർവീസും അവിടെ തീരും. കമ്പനിക്ക് ലോസുമില്ല, കസ്റ്റമറിന് ഫൈനുമില്ല, ക്ലീൻ ആയ പ്രോസസ്സ്. പക്ഷേ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ കാര്യത്തിൽ കസ്റ്റമർ കാസറ്റ് തിരിച്ചു കൊടുക്കാൻ ലേറ്റ് ആയാൽ അതിനവർക്ക് അപ്രോക്സിമേറ്റ്ലി 15% എക്സ്ട്രാ എമൗണ്ട് ഫൈനായി വരുന്ന റൂൾ ഉണ്ടായിരുന്നു. ബ്ലോക്ക് ബസ്റ്ററിൻ്റെ ഡെവലപ്മെൻറ്റ് ടീം ഓൺലൈൻ സെല്ലിങ്ങിൻ്റെ പ്രപ്പോസൽസ് പല പ്രാവശ്യവും മാനേജ്മെൻറ്റിന് കൊടുത്തെങ്കിലും അത് ബേസ്ഡ് ആയ ഒരു സ്ട്രാറ്റജിയും ഈ കമ്പനി ഇംപ്ലിമെൻറ്റ് ചെയ്തില്ല. പല ഓൺലൈൻ പോർട്ടൽസും അതിനുശേഷം മാർക്കറ്റിൽ വന്നു. പക്ഷേ അപ്പോഴും ബ്ലോക്ക് ബസ്റ്റർ അതേ ട്രഡീഷണൽ വേ തന്നെയാണ് ഫോളോ ചെയ്തത്. നെറ്റ്ഫ്ലിക്സ്, ആമസോൺ, ആപ്പിൾ എല്ലാം ഈ പ്ലാറ്റ്ഫോമിൽ ബൂം ആവാൻ തുടങ്ങി. ഈവൻ കേബിൾ പ്രോസസ്സിൽ പോലും ഈ കമ്പനീസ് ഇൻക്ലൂഡ് ആവാൻ തുടങ്ങി. അങ്ങനെ മെല്ലെ ബ്ലോക്ക് ബസ്റ്ററിൻ്റെ മോർ ദാൻ ഹാഫ് കസ്റ്റമേഴ്സ് ഈ പ്ലാറ്റ്ഫോംസിലേക്ക് മെല്ലെ ഷിഫ്റ്റായി. അങ്ങനെ സെയിൽസ് മൊത്തം ഡൗൺ ആയി നിന്ന ഈ കമ്പനി 2010 ഷട്ട് ഡൗൺ ആവുന്നത്. 4. സിറോക്സ് ഓൾട്ടോ. സിറോക്സ് എന്ന് കേട്ടാൽ പലർക്കും ഫോട്ടോ കോപ്പി എന്നായിരിക്കും പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. എന്നാൽ ഇതേ സിറോക്സ് തന്നെയാണ് ലോകത്തിൽ ആദ്യമായി GUI ബേസ്ഡ് കമ്പ്യൂട്ടർ കൊണ്ടുവന്ന മെഷീനാണ്. ഇത് 20th സെഞ്ച്വറിയുടെ സോഫ്റ്റ്വെയർ ആൻഡ് ഡിവൈസ് ആയിരിക്കുമെന്ന് അന്ന് സിറോക്സ് പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഈ ഡിവൈസ് സിറോക്സിന് മാർച്ച് 1, 1973 കിട്ടുന്നത്. അതായത് മാർക്കറ്റിൽ ഈ മെഷീൻ ഒഫീഷ്യലി ഇറങ്ങുന്ന മുമ്പ്, അതും 10 വർഷം മുമ്പ് തന്നെ ഇവിടെ ഉണ്ടായിരുന്നു എന്നാണ് അർത്ഥം. പാലോ ആൾട്ടോ റിസർച്ച് സെൻറ്റർ ആണ് ഈ പ്രൊഡക്റ്റിൻ്റെ പ്രൊഡക്ഷൻ ലോ ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യാൻ ഏറ്റെടുത്തത്. അപ്പോഴാണ് മാർക്കറ്റിൽ ആപ്പിൾ ടെസ്റ്റിംഗ് ബേസ്ഡ് ആയി നിന്നിരുന്ന സ്റ്റാർട്ടപ്പ് കമ്പനി പാർക്ക് ഈ പ്രൊജക്റ്റ് ആപ്പിളിന് ടെസ്റ്റ് ചെയ്യാൻ കൊടുത്തു. ഈ സമയത്ത് തന്നെയാണ് 1979 സ്റ്റീവ് ജോബ്സ് സിറോക്സ് പാർക്കിൽ എൻ്റർ ആവുന്നത്. അതിനുശേഷമാണ് ആപ്പിൾ ആൻഡ് പാർക്കിൻ്റെ ഇടയിൽ ഒരു എഗ്രിമെൻറ്റ് ഡീൽ നടന്നത്. അതനുസരിച്ച് ആപ്പിൾ 1000 ഷെയർസ് പാർക്കിന് കൊടുക്കുമെന്നായിരുന്നു. GUI കണ്ടതും സ്റ്റീവ് ജോബ്സിന് ഫ്യൂച്ചർ ഓറിയൻറ്റഡ് ഇൻസൈറ്റ്സ് വരാൻ തുടങ്ങി. GUI കാണാൻ വേണ്ടി, അതിനെ മനസ്സിലാക്കി ഡീപ്പ് സ്റ്റഡി ചെയ്യാൻ വേണ്ടി സ്റ്റീവ് എന്നും പാർക്ക് വിസിറ്റ് ചെയ്യാൻ തുടങ്ങി. അവസാനം സിറോക്സ് GUI ബിൽഗേറ്റ്സിനും സ്റ്റീവിനും സെൽ ചെയ്തു. ആ സമയം മുതലാണ് GUI എന്ന ഫ്യൂച്ചർ നമ്മളിപ്പോൾ പറയുന്ന സ്റ്റീവ് ആൻഡ് ഗേറ്റ്സിൻ്റെ സ്വന്തമായത്. സോ ഫ്രണ്ട്സ്, ഇതെല്ലാമായിരുന്നു ഇന്ന് നിങ്ങൾക്ക് വേണ്ടി കൊണ്ടുവന്ന ചില ബ്രീഫ് കേസ് സ്റ്റഡീസ്. ഹോപ്പ് യു ലൈക്ഡ് ഇറ്റ്. ഇതിൽ നിങ്ങളുടെ പേഴ്സണൽ ഫേവറേറ്റ് ബ്രാൻഡ് ഏതാണെന്ന് കമൻറ്റ് സെക്ഷനിൽ ഷെയർ ചെയ്യുക. വേറൊരു നല്ല കണ്ടന്റായി വരുന്നവരെ തിങ്ക് റിച്ച്. താങ്ക് യു.